ഭീതിയുടെ കനൽ കോരിയിടാനെത്തിയ പാവം ക്രൂരനെ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പ്രതിനായകൻ കരുത്തിന് എക്കാലത്തെ ഉദാഹരണമായ ആ കഥാപാത്രത്തിലേക്ക് PG രവി എന്ന് വിളിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രവിയേട്ടനെ നയിച്ചത് ചാകരയാണ്. അരവിന്ദിന്റെ ഉത്തരായണം വഴി പാദസരത്തിലേക്ക്, പിന്നെ ചോര ചുവന്ന ചോരയിലൂടെ ചാകരയിലേക്ക് എത്തുകയായിരുന്നോ എന്ന് നമ്മൾ സംശയിക്കുന്നു. ഈ ചിത്രത്തിൽ അഭിനയിച്ചതോടെ രവിയേട്ടന്റെ തേടിയെത്തിയത് വില്ലൻ വേഷങ്ങളുടെ ചാകരയാണ്. ശ്രീജു TR ഞാൻ കണ്ടില്ല കേട്ടോ, ഡോക്ടറുള്ളത് കണ്ടില്ല. അപ്പോ നെക്സ്റ്റ് ജനറേഷൻ കൂടെ എത്തിയിട്ടുണ്ടെന്നുള്ളതിന്റെ അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും അർത്ഥം പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുകയാണ്. പഴയ കഥാപാത്രങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കല്ലെറിയരുത് എന്ന് പറയുകയാണ് ഞാൻ. വീണ്ടും പറയാൻ പോകുന്നു. ഒരു കാലത്തെ മലയാള സിനിമയിലെ ബലാത്സംഗ വീര്യനായിരുന്ന അദ്ദേഹം ഇന്ന് ഏത് കഥാപാത്രവും സ്വസിദ്ധമായ രീതിയിൽ ചെയ്ത് ചലച്ചിത്ര മേഖലയിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നു. മാളികപ്പുറം എന്ന ചിത്രത്തിലെ പട്ടട, റോമൻസിലെ പാപ്പി, ഒറിഞ്ചു മറിയം ജോസിലെ അന്തോണി എന്നീ കഥാപാത്രങ്ങൾ അതിൽ ചിലതു മാത്രം. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ഇദ്ദേഹം പിറന്നാൾ ആഘോഷിക്കുന്നത് ഏതാണ്ട് 4-5 ദിവസം മുമ്പാണ്. യഥാർത്ഥ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചുള്ള പിറന്നാളെങ്കിൽ നാളനുസരിച്ച് മറ്റു മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. 1944 മെയ് 16-ാം തീയതിയാണ് തൃശ്ശൂരിലെ മൂർക്കിനിക്കര എന്നുള്ള കൊച്ചു ഗ്രാമത്തിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രവിയേട്ടൻ ജനിക്കുന്നത്. തിക്കുടിയൻ പ്രമുഖ വ്യവസായിയായ അദ്ദേഹം തൃശ്ശൂരിലെ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളുടെ പ്രധാന അടിത്തറയായി വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. സൺടെക്, ബാൻടെക്, ടെക്സൺ എന്ന് ഏത് കമ്പനിയുടെ പേരെടുത്താലും തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വാക്കൗട്ടിന്റെ TEC അഭിമാനിക്കാം. അദ്ദേഹം ഓരോ കമ്പനി തുടങ്ങുമ്പോഴും സൺടെക് എന്നൊരു തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് 50-ാം വർഷവും സിനിമാ രംഗത്തുള്ള 50-ാം വർഷവും ആഘോഷിക്കാൻ നമ്മളെല്ലാവരോടും ഒത്തുകൂടിയിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ളൊരു സായാഹ്നമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും രവിയേട്ടനായിട്ടുള്ള പറയാനുള്ള സ്കോപ്പ് കഴിഞ്ഞിട്ടായിരുന്നു. ഡോക്ടർ സന്തോത്സവം കണ്ട അഭിവാദ്യം. PGയും GGയും ഒന്നായിരുന്നൊരു കാലവും ഉണ്ടായിരുന്നു. പാദസരത്തിൻ മൃദുസ്വര മാസ്മരരാഗം പകർന്നൊരു കാലം. ചോര ചുവന്നോരു ചോര നവോത്ഥാനനാദം മുഴക്കിയ കാലം. ശ്രീഭൂവിലസ്ഥിര നാടകം വേദി രോമാഞ്ചമായി വിടർന്നു. കാരിയോൺ വാസവദത്തയിൽ പൗളിയാം ചെട്ടിയാരായി വേഷമിട്ടു. ക്രൂരനാം ശൈലാക്കാൽ ജാജ്വല്യമാനമായി ഇംഗ്ലീഷിലും പേച്ചു കാച്ചി. See this bond, then respond by corresponding this other bond. നാടകവേദിയിൽ അത്ഭുതം സൃഷ്ടിച്ച പാടവം സിനിമയും കണ്ടു. വേഷങ്ങളേതണിഞ്ഞാലും അനായാസം ഭാവം പകരും പ്രഭാവം. TGയിൽ പോലെ മണ്ണിലും കാണില്ല വിസ്മയമീ നാട്യധർമ്മം. 80 വർണ്ണ വസന്തോത്സവം കണ്ട TG രവിക്ക് അഭിവാദ്യം. വെള്ളിത്തി
തിരയിലരങ്ങിലും തീജിതൻ നിസ്തുല ഭാവങ്ങൾ കാണാൻ നവദിശനാഭിനിറവിലും സകലാവേദിക്കു ഭാഗ്യമുണ്ടാവും. Dear friends, the profile in brief is given in the invitation for the function to felicitate my very dear T.G. Ravi. Hence, I don't venture to touch upon it. The multifaceted tags he bears are of a very rare dimension during his prime period, way back in the 70s and 80s. He was the brand ambassador for the State Bank of Travancore, a nationalized bank, a unique post bestowed on a technocrat. Thank you, Divya. എഞ്ചിനീയറിംഗ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ, അതിൻ്റെ ഉത്ഭവം TG രവി KC ടോണൊക്കെ കൂടിയിട്ട് 69 ബാച്ചുകാരെ 20 साल के बाद 69 ബാച്ച് മെക്കാനിക്കൽസ് 20 साल के बाद 89 ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചു. ഞാനതിൻ്റെ സഹായിയായിട്ട് കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ റിസൾട്ടൊക്കെ വരുമ്പോൾ നമ്മളൊരു ഇത് വയ്ക്കും. അപ്പോൾ ഇങ്ങനെ വേദി മുഖ്യാതിഥി അങ്ങനെയൊന്നുമില്ല. അന്ന് വരുന്ന കുട്ടികളിൽ നിന്ന് ആ കഴിഞ്ഞ പരീക്ഷകൾ, അത് SSLC ഡിഗ്രി എല്ലാം ഉണ്ട്, അതിലത്തെ ഏറ്റവും നല്ല സ്റ്റുഡൻ്റായിരിക്കും അന്നത്തെ മുഖ്യാതിഥി. അപ്പോൾ ആദ്യത്തെ മീറ്റിങ്ങിൽ ജോയപ്പോൾ എന്ന് പറഞ്ഞ 1970 ബാച്ചിലെ കുട്ടി അന്ന് SSLCക്ക് സ്റ്റേറ്റ് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അപ്പോൾ അവളാണ് ചീഫ് ഗസ്റ്റ്. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ തപ്പി നോക്കിയപ്പോൾ ഒരു കുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ PSC മാത്സിന് 1500 അവളായിരുന്നു ചീഫ് ഗസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇതുപോലത്തെ റാങ്കുള്ള കുട്ടികളില്ല, എന്നാൽ പിന്നെ ആരെയും കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ സുബ്രഹ്മണ്യൻ സാറും വിനായക് സാറും രാജ് സാറും ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ രാമേന്ദ്രൻ സാർ വന്നാണ്, അദ്ദേഹത്തിന് ഭാര്യ അതിപ്പിടില്ല, ഞങ്ങൾ 70 ബാച്ച്. അപ്പോൾ ടീച്ചറിൽ തോന്നി പറഞ്ഞു ഇവർ രാജേന്ദ്രൻ സാറിനെ വിളിക്കാല്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാലോ മൂപ്പരുടെ കൂടെ അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ TG പോയി പറഞ്ഞിട്ട് അവിടെ സമ്മതിച്ചു. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക പറയുക. അദ്ദേഹത്തിൻ്റെ ഭാര്യ പേര് ഇന്ദിര എന്നാണ്, അദ്ദേഹത്തിൻ്റെ പേര് രാമേന്ദ്രൻ. ഞാൻ കേട്ടു പറഞ്ഞു നമ്മളിന്ന് ഇത് സമ്മാനം കൊടുക്കാനായിട്ട് ശ്രീമാൻ AR രാമേന്ദ്രൻ DVSP അവിടെ ക്ഷണിക്കാറുണ്ട്. MD വിമലനെ ഹസ്ബൻഡ്. അപ്പൊ ഇതുപോലെ അനുഭവമാണെങ്കിൽ പക്ഷെ അവർക്കൊക്കെ എന്നോട് ചേർത്തില്ല, നീ പറഞ്ഞത് എന്റെ ഭാര്യയില്ല. അപ്പൊ ഞമ്മൾ വിളർത്തികൾക്ക് എവിടെയാ ഇത് എവിടെയാ ഹസ്ബൻഡിനെ ചോദിച്ചു. അപ്പൊ MD ഉണ്ട്, എഴുതുന്ന അവിടെ കാണാനില്ല. അങ്ങനെയാണ് അന്നൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 97 ഡിസംബർ 5 നമ്മുടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഏറ്റവും എന്താ പറയുക മെമ്പർഷിപ്പ് കൂടുതലുള്ള സംഘടന ട്രേഡ്സ് വല്ല അബുദാബി മീറ്റിന് ഞങ്ങളെ വിളിച്ചു ചെന്നു. അപ്പോൾ അന്ന് അവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ ടെക്നോസ് എത്ര കളഞ്ഞു പരിശ്രമിച്ചാലും മാക്സിമം കിട്ടില്ല. നമ്മുടെ തുടക്കത്തിലുള്ള ഒരു എന്താ പറയുക ഈ പറഞ്ഞ 10 വയസ്സിൽ പഠിപ്പിച്ച സാറന്മാരൊക്കെ സർവീസിലുണ്ട്. അവരൊക്കെ വരും. അപ്പൊ എല്ലാവർക്കും സാറന്മാരെ കാണാനും സാറന്മാരെ നമ്മളുള്ള അന്നത്തെ ബന്ധം ഒന്ന് വേറെ. അങ്ങനെ അത് അങ്ങനെയാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അപ്പൊ അവിടെ 120 പേരുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റെൻറ്റീവ് മീറ്റിംഗ് എന്താണെന്ന് വെച്ചാല് നമ്മളിവിടെ ഏത് മീറ്റിംഗ് വെച്ചാലും ഇപ്പൊ ഇന്നത്തെ തന്നെ വെച്ചാലും നമ്മൾ ക്ഷണിച്ചിരുന്ന കുറെ ആൾക്കാർക്ക് പെട്ടെന്ന് അവിടെ ഭാര്യത്തിലൊരു മരം ഉണ്ടാവും. ദുബായിൽ പിന്നെ UAE അങ്ങനത്തെ പ്രശ്നമില്ല. ഡിസംബർ 5 വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആഘോഷമായിട്ട് വരും. അപ്പൊ അന്നത്തെ പ്രസിഡന്റ് ശ്രീകുമാർ മേനോൻ അദ്ദേഹം ഇല്ല. അദ്ദേഹത്തിന്റെ മകനും അവന്റെ ഭാര്യയും നമ്മുടെ അലുമിനിയം. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പങ്കെടുക്കാം. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സജഷൻ ഇങ്ങനെ ഫോൾഡ് മാത്രം വേണ്ട,
അപ്പൊ അന്ന് മുതലാണ് 97 ഡിസംബർ ബാംഗ്ലൂർ വന്നു നമ്മൾ തീരുമാനിച്ചു ആഗസ്റ്റ് 15 തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുള്ള എല്ലാവരും കൂടിയിട്ടുള്ള സംഘടന. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അന്ന് അദ്ദേഹം പ്രസിഡന്റും ഞാൻ സെക്രട്ടറി ആയിരുന്നു. ഇങ്ങനെ തുടർന്നു പോയിരുന്നു. 2008 ജൂലൈ ആഗസ്റ്റില് ചേരാൻ വരുമ്പോ 3 പേരാണ് വളരെ കാര്യമായിട്ട് ഫസ്റ്റ് സ്വീകരിക്കും. ഒന്ന് ടി ജി മുസ്ലിം, ഒന്ന് എഡ്മണ്ട് ലോബോ. അപ്പൊ എന്താ കാര്യം വെച്ചാൽ ലോബോ അന്നത്തെ ഹോക്കി ക്യാപ്റ്റനാണ്. അപ്പൊ ആ ഹോക്കിക്ക് ആളെ പിടിക്കാനാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ട് ഇലക്ഷൻ നിൽക്കുന്നു. എഗൻസ്റ്റ് നിൽക്കുന്നത് വി വി ചെറിയാനാണ്. രണ്ടുപേരും ഇടതുപക്ഷ ആത്മീയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം നിൽക്കുന്നത് ശരിക്കും നിൽക്കുന്നത് ജനറൽ സെക്രട്ടറിയാണ് വലിയ പോസ്റ്റ്. വി വി ചെറിയാൻ നിൽക്കുന്നത് SFI തുടങ്ങാൻ പോകണം. അതിലേക്ക് എത്ര ആൾക്കാരെ നോക്കാനാണ്. എന്തായാലും നമ്മൾ കണ്ടു. പിന്നെ ഹോക്കി ബോർഡിൽ പോകാൻ തുടങ്ങി. അന്ന് തുടങ്ങിയ ഒരു ബന്ധം, അതിന് എനിക്കൊരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ ഈ റാങ്കിങ് നടന്നിട്ടുള്ള സെക്രട്ടറി വേറെ റാങ്കിങ് നടത്തുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ അഭ്യാസന്റെ അനിയനുണ്ട് ശശി. ഞങ്ങളൊരു സിനിമ രക്ഷപ്പെടാൻ വേണ്ടി ഞാനവരുടെ കൂടെ ജോസ് ചെയ്യാൻ സിനിമയ്ക്ക് പോയി. സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒരു മീശൊക്കെ വെച്ച ഒരാളെ വിളിച്ചു, ശ്രീമാൻ KG ജോഷി. പയ്യണൊക്കെ ജോഷി ഏകദേശം കൂടി തിരിയില്ല, സിനിമയ്ക്ക് വന്നിരിക്കുക. അതെന്തോന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അഷ്റഫുണ്ട്, അന്തരീക്ഷമുണ്ട്. അപ്പൊ അവര് വിളിച്ചതിന്റെ കാരണം എന്താ വെച്ചാല് അവർക്കറിയാം ഒന്ന് ശശി ആൾക്കാരുടെ അനിയനാണെന്നും ഞാൻ KK എന്ന് പറഞ്ഞാൽ 30 വർഷം സ്റ്റേറ്റ് കോളേജൊക്കെ ആയിരുന്നു. അവർക്കറിയാം, എനിക്കറിയില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചപ്പോൾ തന്നെ റാങ്കിങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ടാക്സിക്ക് കയറ്റി കൊണ്ടുപോകും. ടാക്സിക്ക് 3 രൂപയുണ്ട്. ഞങ്ങൾ ടൗണിൽ നടന്നു പോയപ്പോൾ നോക്കില്ല. അങ്ങനെ ഞങ്ങളെ 2 പേരെയും കാണാതെ കേസുകളൊക്കെ നോക്കി കുത്തിരിക്കുമ്പോൾ ഞങ്ങൾ വന്ന് ഇറങ്ങുന്നത് അന്നത്തെ കോളേജിന്റെ എന്താ പറയാ ഓരോ കൂടിയാണ്. അപ്പൊ അന്ന് അതൊരു പേട്രേജ് കിട്ടി എനിക്ക്. ശശിവൻ സാറിന്റെ അത് ആ ബന്ധം നമ്മൾ തുടർന്നു. ആ ബന്ധം കൊണ്ട് ഫസ്റ്റ് ഇയർ ഗുണം ഉണ്ടായിരുന്നത് വെച്ചാല് ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി തുടങ്ങിയിട്ട് 3 ബാച്ച് 2 ബാച്ച്. ആദ്യത്തെ ബാച്ചിലെ ക്രൈസ്റ്റ് സാർ ചെയർമാനൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ബാച്ചില് എന്നിട്ട് മറ്റേ ഇവര് ഗണേശനൊക്കെ ഉണ്ടായിരുന്നു. അതുവരെ പ്രീ ഡിഗ്രി ക്രൈസ്റ്റ് കോളേജിൽ 150 ഔട്ടോ 150 കിട്ടിയിട്ടില്ല. അപ്പൊ ഗബ്രിയേൽ അച്ഛൻ മാർക്ക് ലിസ്റ്റ് നേരിട്ട് തരുകയാണ് എനിക്ക്. 150 ഔട്ടോ 150 കിട്ടിയാണെന്നൊക്കെ പറഞ്ഞ് എന്റെ അച്ഛൻ അമ്മയൊക്കെ അധ്യാപകർ. അപ്പൊ എനിക്ക് ഇതിന് എഞ്ചിനീയറിംഗെ കൂടി ചേർത്തേക്ക് ഫസ്റ്റ് ഇയർ പോയി. നമ്മളെ കയ്യിലിരിപ്പിട്ട് ആ കയ്യിലിരിപ്പിന് ഇവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇവർ വലിയ അവരത്ത് പഠിക്കുന്നുണ്ട്, നമ്മളൊക്കെ നടക്കുന്ന നാടകം. അത് കഴിഞ്ഞപ്പോ എന്റെ അച്ഛൻ ഇതിന് കാരണം അന്വേഷിക്കാനായിട്ട് അതിന് പിന്നെ ഞങ്ങളെ കണ്ടീഷൻ പ്രൊമോഷൻ ചെയ്തു. അച്ഛൻ അന്ന് ഇവിടെ വണ്ടിയൊന്നുമില്ല. കൃഷ്ണനാരായണ സ്റ്റുഡിയോന്റെ അവിടെ പോയി വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വന്ന് ബസ്സിൽ കയറി നോക്കുമ്പോ ഒരാളെടുത്തിരിക്കുന്ന ആള് ഈ അടുത്തിരിക്കുന്ന ആൾക്കാരിത് ആർക്കെതിരെ അച്ഛൻ്റെ സന്തോഷമാണ്. അച്ഛനറിയില്ല. കവിക്ക് പോകുമ്പോൾ മാഷ് വലിയ 2 മക്കളും കൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് വലിയ സങ്കടമായി. മകൻ ഇങ്ങനെ ഈ ഇരിക്കുന്ന എന്താ പേര് മാഷ് ആർക്കെതിരെ അവനൊക്കെ ബെസ്റ്റ് സ്റ്റുഡൻ്റാണ്. ഞാൻ അവിടുത്തെ സാറാണ്. അതിന്റെ വിശദീകരണം അതെ മാഷൊന്നും പേടിക്കുന്നതുകൊണ്ട് അവരുടെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അറിയില്ല. എന്നിട്ട് അടുത്ത ബസ്സിൽ കയറ്റി അച്ഛനെ വിട്ടു. ഇയാളുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ആ രാജൻ 5 കൊല്ലത്തിൽ പറഞ്ഞിട്ട് ഫസ്റ്റ് കെമിക്കൽ ബാച്ച് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ട് പ്രൊഫഷണലായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതാണ് സമർപ്പിക്കുന്നത്. പിന്നെ അന്നൊക്കെ പിന്നെ രക്ഷപ്പെട്ടു പോകുമ്പോൾ പിന്നെ എല്ലാവിധ ആക്ടിവിറ്റികളിലും അദ്ദേഹത്തിന്റെ ജീവിതത്തോടൊപ്പം ചോദിക്കും വ്യത്യാസം അങ്ങനെ തുടർന്ന് പോരുന്നു. അപ്പൊ അത് ഇവിടെ വരെ വന്ന് എത്തി നിൽക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് വലിയൊരു ദ്രോഹം ചെയ്തത് ഈ കഴിഞ്ഞ ദിവസമാണ്. അങ്ങനെ മലയാള മനോരമയിൽ എല്ലാവരും ആരും അദ്ദേഹത്തിന് കുറച്ച് ആൾക്കാരെ വിളിച്ചു. അദ്ദേഹത്തിനെ വിളിച്ചു, എന്നെ വിളിച്ചു, ടീച്ചറെ വിളിച്ചു. അങ്ങനെ അപ്പൊ പുള്ളിക്ക് അറിയില്ല എന്തിനാ വിളിച്ചേക്കണമെന്നല്ല. ആള് വിചാരിച്ചേക്കുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു. എനിക്ക് ഇങ്ങനെ ഇതുണ്ടല്ലോ ചാനലില് അവിടെ നിന്ന് അറിയാത്ത ഒരാൾ ചോദിക്കും. അപ്പൊ ഇങ്ങനെ അങ്ങനെ ഇത് പത്രത്തിലേക്ക് വേണ്ടിയിട്ടാണ്. ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി അവിടെ ചീഫ് എഡിറ്റർ എല്ലാവരും കൊണ്ടുവന്നിരുത്തി. ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോ ആദ്യം കാണുന്നത് തങ്കമണി എന്ന് പറഞ്ഞ ഓൾ ഇന്ത്യ റേഡിയോ അഭിസന്ധത്തിലൂടെ അഭിനയിച്ചിട്ടുള്ള MP പടുതീർ പാടിന്റെ മകൻ തങ്കമണി കുറച്ച് അടുത്ത സാധനത്തിൽ ലക്ഷം
അപ്പൊ ഇങ്ങനെ അത്ഭുതം കൊണ്ട് നിൽക്കുമ്പോ ടീച്ചർ അപ്പുറത്തേക്ക് ആരാന്ന് അറിയുന്നത് വെച്ചു. അപ്പൊ അവിടെ വലിയ കഴിയാതില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡയലോഗ്, അവന്റെ ഒക്കെ 80 പുറത്താണായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതെന്റെ ഫസ്റ്റ് വാഹനം വ്യത്യാസം പത്രത്തിൽ നേരെ തന്നെ ഓരോരുത്തർ വിളിക്കാൻ വക്കീലോട് ചോദിച്ചു. എന്നാലും നിനക്ക് 80 വയസ്സായില്ലേ? നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉള്ള നീ ഇങ്ങനെ ടീമിന്റെ സഹപാഠി അപ്പൊ അങ്ങനെ കൂടെ വന്നിട്ട് ഇന്ന് കൂടെ വന്നിട്ട് ചിലർ വന്നിട്ട് വളരെ ബിലേറ്റഡ് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ്. എനിവേ, അപ്പൊ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇന്ന് ഈ സംഗതി ഇത്രയും മഴയൊക്കെ കഴിഞ്ഞു ഇത്ര ആൾക്കാരൊക്കെ വന്നു ചേർന്നതിന് കുടുംബാംഗങ്ങളെ നമ്മൾ ക്ഷണിച്ചിരുന്നു പ്രത്യേകം. അപ്പൊ അതില് ഇൻട്രൊഡക്ഷൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നുമില്ല. അടുത്ത പരിപാടി തുടങ്ങിയപ്പോൾ താങ്ക് യു. പറയുന്നത് ഒരുപാട് സമയം പറയുന്ന കാര്യമില്ല. കൂടി ഒന്ന് പെട്ടെന്ന് അവസാനിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നില്ല. എൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് മുഖ്യരിക്കല എന്ന സ്ഥലത്താണ്. ചെറിയ വില്ലേജാണ് അന്ന്. അവിടെയാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ്. മനഡോലെ മേരെ മനഡോലെ എന്ന് പറഞ്ഞ പഴയൊരു ഹിന്ദി പാട്ടിൻ്റെ താളത്തിനൊത്ത് പെൺകുട്ടിയുടെ വേഷം കിട്ടി നൃത്തം ചെയ്തതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ്. അപ്പൊ ഈ ആർക്കൊക്കെ ചോദിക്കും, നീ പെൺകുട്ടിയുടെ വേഷം കെട്ടിയില്ല? ഞാൻ പറഞ്ഞില്ലടാ, പഴയകാലത്ത് ഈ താടി മീശം വയസ്സ് കുറച്ചൊക്കെ കുഴപ്പമില്ല, എന്തെങ്കിലും മരണ അവിടുന്ന് തുടക്കം. പക്ഷേ അവിടുന്ന് കഴിഞ്ഞ് പിന്നെ 8 മുതൽ സെന്റ് തോമസ് സ്കൂളാണ് തൃശ്ശൂർ. പക്ഷെ അവിടെ എന്താ വെച്ചാൽ കാലത്ത് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ക്ലാസ് വിട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ കലാപരിപാടികൾ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഗ്രാമീണ വായനശാല പരിപാടികൾ പങ്കെടുക്കാറുണ്ട്. അത് കുട്ടിയായിട്ടുള്ള രാഷ്ട്രീയത്തിൽ വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എഞ്ചിനീയറിംഗ് കോളേജാണ്. എഞ്ചിനീയറിംഗ് കോളേജ് വന്നിട്ട് ആദ്യത്തെ ഫസ്റ്റ് ഇയറിന് ആദ്യത്തെ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉടനടി ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വരുമെന്ന് നോട്ടീസ് ഇട്ടിട്ടില്ല. ആ നോട്ടീസ് കണ്ടപ്പോൾ ഞാൻ കൂടി അവിടെ ചെന്നു. ഞാൻ ചെന്നപ്പോഴേക്കും റിഹേഴ്സൽ സാധ്യതയുണ്ട്. കാക്കപ്പുറം എന്ന് പറഞ്ഞ സാധാരണ കാക്കപ്പുറം നാടാൻ. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ പിന്നെ അവസാനം എന്താ വെച്ചാൽ എന്നോട് കയറിയുന്നത് എന്നെ റാഗിങ് ചെയ്തു. സാധാരണ ആ സമയത്തുണ്ടായത് പരിപാടിക്ക് നേരത്തെ ഫിക്സ് ചെയ്ത് പോയതാണ്. അവസാന ദിവസം എന്നെ അന്വേഷിച്ചു വന്നു ക്ലാസ്സിലേക്ക്. ഞങ്ങൾ വന്നു വിളിച്ചു, ഒരു റോളുണ്ട് അഭിനയിക്കും വിചാരിച്ചു. അങ്ങനെ കാക്കാപ്പൂരിലാണ് ആദ്യമായിട്ട് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആദ്യ സ്റ്റേജ് എന്നാണ്. അതിലെന്താ ക്യാരക്ടർ എന്ന് അറിയും? എല്ലാവരും അഭിനയിക്കുന്നതിന്റെ ഇടയിൽ എവിടെ ഒരു വെടിക്കെട്ടുണ്ടായിട്ടുണ്ട്. ആ വെടിക്കെട്ടിന്റെ അടുത്ത് ഒരു അപകടം പറ്റിയെന്ന് കിതച്ചോടി വന്ന് പറയണം. ഞാൻ റോള് മോശമാകുന്നല്ലോ. ഞാൻ സ്റ്റേജിന്റെ പുറകിൽ നിന്ന് തുടക്കം മുതലേക്ക് ചാടാനകത്ത് കിതയ്ക്കാൻ വേണ്ടി അവസാനം വന്ന് കിതച്ച് വന്ന് അപകടം പറ്റുന്നു. ഞാൻ പോയി എല്ലാവരും കണ്ടിട്ടില്ല, ആർക്കും മനസ്സിലായില്ല. അതാണ് ആദ്യത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് പിന്നീട് വന്നത് ഈ നോട്ടീസ് കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു അത് ഹോസ്റ്റലാണ്. ഗാങ്ങുണ്ട്. ആദ്യം ചെന്നപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ട്. പിന്നെ ചെന്നപ്പോഴേക്കും ജോഷി കൂടെ ഒന്നുണ്ട്, അജയനുണ്ട്, അബുക്കു ഞങ്ങൾ അബൂബക്കറുണ്ട്, കൃഷ്ണനുണ്ട്. അങ്ങനെ സീരിയസ്നെസ് ആണല്ല അധ്യാപകൻ. അപ്പോ ആ ഗാങ്ങൊക്കെ ആയപ്പോൾ ചോദ്യം ഉണ്ടായി എന്താ വെച്ചാല്, ഇത് ശരിയായിട്ടുള്ള റിഹേഴ്സൽ മറ്റേ പങ്കെടുക്കലാണോ അതോ വെറുതെ കോളേജിൽ ഉണ്ടായിരുന്ന ഏർപ്പാടാണെന്ന് ചോദിച്ചു. അല്ലല്ല, ശരിക്ക് മനസ്സിലായി. അങ്ങനെ മത്സരിച്ചു. അന്ന് കോളേജിൽ ഉണ്ടായിരുന്ന വലിയ നടന്മാരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ മോഹൻ കിട്ടിയില്ലെങ്കിലും ഈ മത്സരത്തിന്റെ അകത്ത് അവരെ മുഴുവൻ പുറന്തള്ളി എനിക്കാണ് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടുന്നത്. അവിടെ നമ്മുടെ പിന്നെ എല്ലാ നാടകങ്ങളിലും ഞാൻ വന്നിട്ടുണ്ട്. നാടകത്തിൽ അഭിനയിക്കുന്നതിന് മുമ്പ് എഞ്ചിനീയറിംഗിലുള്ള നാടകങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ വിളിയെന്ന് വെച്ചാൽ BORE എന്നാണ്. ഒരാളെ നാടകം മര്യാദയ്ക്ക് കാണാറില്ല, കാരണം മര്യാദയ്ക്ക് നാടകം ആണ്.
ആ നാടകങ്ങൾ സാധാരണ പിന്നെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കോളേജ് സ്റ്റാഫ് ആരെങ്കിലും ഇരിക്കും, വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ആദ്യമായിട്ട് എന്തെങ്കിലും നാടകം ഡയറക്റ്റ് ചെയ്ത് അവതരിപ്പിച്ച് കൂക്കൽ കിട്ടാമെന്ന് പറയും ഞാൻ അവതരിപ്പിച്ച നാടകങ്ങൾ. അതാണ് കോളേജിനകത്തുള്ള എൻ്റെ നാടകമായിട്ടുള്ള ബന്ധം തന്നെയാണ്. പിന്നെ ഹോസ്റ്റൽ ബന്ധം, ഹോസ്റ്റൽ ബന്ധത്തിൽ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ കഴിയുന്നതല്ല, ആകെ ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞാനുണ്ട്, മറ്റേ അജയനുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നെ ഒന്ന് അജയന്റെ ഈ പുറത്തൊക്കൊന്നും വരില്ല സമയത്ത് കിങ് മേക്കറാണ്. നീ സെക്രട്ടറി ആകും, നമുക്ക് കാര്യങ്ങൾ എന്നിട്ട് എന്നെ പിടിച്ചിങ്ങനെ മുമ്പിൽ നിർത്തി സെക്രട്ടറിയിലേക്ക് വിടുന്നത്. അങ്ങനെ സെക്രട്ടറി ആയി. ആവശ്യം എന്താണെന്ന് അറിയും, ഈ കോൺട്രാക്ട് മെസ് അവസാനിപ്പിക്കണമെന്നാണ്. കോൺട്രാക്ട് മെസ്സിന്റെ അകത്ത് വലിയ വെട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അത് അവസാനിപ്പിക്കാനുള്ള വഴി കാണണമെന്ന് കൊണ്ടാണ് ആദ്യത്തെ ഒന്ന്. മറ്റൊന്ന്, മെസ്സിൽ നിന്ന് PSC അപ്പോയിന്റഡ് കുക്സിന്റെ കളവ് അവസാനിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് എന്നെ കുറിച്ച് ഇതിന്റെ മുമ്പിൽ കയറ്റിട്ടുള്ളത്. ഞാനിപ്പോ നോക്കിയപ്പോൾ സുബ്രഹ്മണ്യ സാറിനെ കണ്ടിട്ട് ഈ കളവിന്റെ കാര്യം പറഞ്ഞാൽ പിന്നീട് വേറെ വിഷയങ്ങളാണ്, ഇതിന് പെട്ടതല്ല. അങ്ങനെ ആദ്യം ഞാൻ കയറി നിന്നു. സെക്രട്ടറി ആയിട്ട് എന്നെ സെലക്ട് ചെയ്തു. ഹോസ്റ്റൽ വാർഡിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നാളെ മുതൽ സമരമാണ്. ഞങ്ങൾക്ക് ഈ കോൺട്രാക്ട് ആൾക്കാർ കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും വേണ്ട, റേഷന്റെ കിട്ടുന്ന അരി കഞ്ഞിയായിട്ട് വെച്ച് കഴിക്കാൻ പോകുന്നത് ബാക്കിയൊന്നും വേണ്ട. അതിനൊപ്പം തന്നെ PSC അപ്പോയിന്റിനെ കുറിച്ച് ചില പ്രശ്നങ്ങളിലായിരുന്നില്ല. അത് മുഴുവൻ ഹോസ്റ്റലിന്റെ മെസ്സിന്റെ അകത്ത് പേടിപ്പിച്ച് അട്ടിക്കുന്നവർ ഓടിച്ചത് പുറത്തേക്ക്. ഞങ്ങൾ കഞ്ഞി വയ്ക്കാൻ ലേഡീസ് ഹോസ്റ്റൽ അടക്കാൻ അങ്ങനെ കഞ്ഞി മെസ്സിനാണ് പ്രശ്നമാണ്. അപ്പോഴേക്കും CS മുഹമ്മദ് വായ അവിടെ എത്തി, പരിപാടിക്ക് വിളിച്ചു. അങ്ങനെ അവസാനം ഉണ്ടായത് കോൺട്രാക്ട് മെസ് അവസാനിപ്പിച്ചു. അത് വിപ്ലവത്തിന്റെ കാര്യം കോളേജിൽ അവിടുന്ന് തുടങ്ങിയ ഒരു മാഗസിൻ വന്ന സമയത്ത് അതിനകത്ത് ഞാൻ പറഞ്ഞ ശരി എഴുതിച്ചെന്ന് വെച്ചാൽ സ്വന്തം മറ്റേ ഹോസ്റ്റലിൻ്റെ അകത്തുണ്ടായിരുന്ന ചേഞ്ചസ് ഒക്കെ എഴുതിയിട്ട് പറഞ്ഞു, all these changes were due to our last year's dynamic secretary TG Devi. അവിടുത്തെ കോളേജിൽ എൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൻ്റെ രീതി ഈ ലെവലിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ സഹായം സിനിമയ്ക്ക് വേണ്ടി സഹായം ചെയ്തത്. എന്നും കോളേജിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന ARന്റെ ഈ ആന്റണിനെ കാണുക. അപ്പൊ അതുകൊണ്ട് എൻ്റെ ശബ്ദം കൂടെ ഈ റേഡിയോയിൽ വരാനുള്ള വഴിയെന്ന് അന്വേഷിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ARൽ ചെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ റെക്കോർഡിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കിട്ടുന്ന കാലിക്കറ്റ്, അവിടെ നിന്ന് തുടങ്ങിയാണ് എൻ്റെ സിനിമയിലേക്കുള്ള പതിക്കുള്ള വരുന്നത്. അങ്ങനെ കാലിക്കറ്റ് എന്ന് എൻ്റെ വോയിസ് കഴിഞ്ഞിട്ട് A ഗ്രേഡ് ആർട്ടിസ്റ്റ് സെലക്ട് ചെയ്തു. അപ്പൊ അന്ന് പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട അഷ്റഫ് ഉണ്ടായിരുന്നു. അഷ്റഫ് ഞാനും കൂടെ എനിക്ക് കാർ ഓടിക്കാൻ കഷ്ട ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ബൈക്ക് ഓടിക്കാൻ പഠിച്ചിട്ടില്ല. അപ്പൊ ബൈക്കുമ്പോൾ പോകാനാണ് തീരുമാനിച്ചത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് പപ്പനുണ്ട്, എൻ്റെ ഞങ്ങൾക്ക് മെച്ചുകയാണ് ഗിരിജാവുള്ള അവൻ്റെ ഇതിൽ രാജസ്ഥാൻ ബൈക്കിന് പേര് അല്ലല്ല വേറെ ബൈക്കാണ് ഉണ്ടാവട്ടെ. ഒരു ബൈക്കുണ്ട്. അതിന് എടുക്കുന്നതിന് മുമ്പ് ഇവന്റെ അടുത്തേക്ക് എനിക്ക് അവൻ ചോദിക്കും, എനിക്ക് അറിയാമെന്ന് ചോദിക്കും, അതൊന്ന് പഠിക്കണം. അപ്പൊ മോഹൻകോട്ട് തൃശ്ശൂർ മൂട്ടിരിക്കുന്ന എന്നൊരു പയ്യൻ നാട്ടില് ഒരു റോയൽ എൻഫീൽഡിന്റെ ചെറിയൊരു വണ്ടി ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് കാണിച്ചാൽ നമ്മൾ നാട്ടിൽ കാണിച്ചതൊന്നും അതിൻ്റെ അടുത്ത് ഞാൻ കോളേജിൽ ചുറ്റൊക്കെ ഓടിച്ച് പഠിച്ചു എന്ന് ഉറപ്പാക്കിയിട്ട് വണ്ടി എടുക്കാൻ പോയി. ജാവല്ല എനിക്ക് ഓടിക്കാൻ കഴിയുന്നു. ഞാൻ വിളിക്കറിയാം, സാധാരണ ഓടിക്കാറില്ല. കൊണ്ടുവന്ന് നിർത്തി താക്കോല് എന്ന് ഇടാൻ നോക്കിയപ്പോ എന്താ വെച്ചാല് എന്റെ ഗീറുകയല്ല. ഞാൻ ഈ വയലഫീൽഡിന്റെ ചെറിയ വണ്ടിയുടെ കൊണ്ടാണ് ആദ്യം നോക്കിയത്. ആദ്യം ഈ കോളേജിൽ നിന്നാണ് ഓടിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, പാപ്പ നീ പണിയിട, ഞാൻ കുറച്ച് ദൂരെ പോലെ ഈ ഗീറൊക്കെ കിട്ടുന്നത് സ്റ്റാർട്ടിങ്ങായിരുന്നു. അപ്പൊ അത് സംശയം തോന്നി, എനിക്ക് ഇത് ഓടിച്ചിട്ട് എഴുതുന്നില്ല. ഞാൻ പിന്നെ ഞാൻ പുതിയ നീ ദൂരെ പോകണമല്ലോ, നീ ഒന്ന് സ്റ്റാർട്ട് ചെയ്തായോ?
അതാ നീ ആ ഗിയറ് സ്റ്റാർട്ടും ഗിയറും കൊണ്ടുവരണ്ടി അത് അതിൻ്റെ മുകളിൽ തട്ടിക്ക് കിട്ടാമെന്ന് പറഞ്ഞത്. അപ്പോഴും വീട്ടിൽ ഇതിനൊന്നും ഈ ഗിയറ് അറിയില്ല, ഒറ്റ സ്റ്റാർട്ടും ഗിയറും ഒന്നാണ്. അങ്ങനെയാണ് അവിടെ പോയി സെലക്ട് ചെയ്തു. സെലക്റ്റഡായി എനിക്ക്